ജെ അത് കഴിഞ്ഞ് വരുന്ന ഒരു മൂവിയാണ്. അതിന്റെ ഒരു ഫീലൊക്കെ പടത്തിന്റെ അകത്തുണ്ടായിരുന്നു. നല്ല എക്സൈറ്റ്മെന്റ് മൂഡായിരുന്നു. ഒരിക്കലും ഒരു ബോറടി ഫീൽ ചെയ്തിട്ടില്ല. മറ്റേ അതെങ്ങനെ കണ്ടിരിക്കുന്നോ അതുപോലെ തന്നെ ഓരോ ആൾക്കാർ, ഇപ്പം യോഗി ബാബു ഉണ്ട്, പല ആൾക്കാരും ഉണ്ട്, ജഗദീഷ് ചേട്ടൻ, ബാക്കി എല്ലാം. പിന്നെ ഒരു വല്ലാത്തൊരു ആംബിയൻസ് ആണ്. ക്ലൈമാക്സ് അടുപ്പിച്ച് വരുമ്പോ ഉണ്ടല്ലോ വേറെ ലെവൽ. അത്യാവശ്യം ഉണ്ട്. പുള്ളിക്കാരനൊക്കെ വന്നപ്പോ അത്യാവശ്യം ഗുംസ് ആയിരുന്നു. ഗുസ് ബംസ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ലെവലായിരുന്നു. എനിക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു വർക്കാണ്. തീർച്ചയായിട്ടും ഇത് 100 കോടി അടിക്കാൻ സാധ്യതയുള്ള പടം തന്നെയാണ് ഗുരുവായൂർ. ഇത് ഷുവറായിട്ട് 100 കോടി അടിക്കാൻ സാധ്യതയുള്ള മൂവിയാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ആ റിവ്യൂ ബോംബിംഗ് എന്ന് പറയാൻ സാധ്യതയില്ല. ഇത് ജസ്റ്റ് ഒരു എന്റർടൈൻ മൂവിയാണ്. കാരണം നമുക്ക് കണ്ടിരിക്കാൻ അത് ഇത് തന്നെയാണ്. കൂടുതൽ ഇതേ വരത്തുള്ളൂ സംഭവങ്ങൾ, അതിന്റെ കാര്യങ്ങളും ഇതൊക്കെ. എന്തായാലും എനിക്കിത് എന്തായാലും ഇഷ്ടപ്പെട്ടു. ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസ് എന്തായാലും കൈ നീട്ടി സ്വീകരിക്കും. നമ്മളൊരു ഗുരുവായൂർ അമ്പലം നടയിൽ ചെന്ന് പോയി ഒരു കല്യാണം കഴിഞ്ഞ് വന്ന ഒരു ഫീൽ ആയിരിക്കും പടം കണ്ട് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. നല്ലൊരു മൂവി തന്നെയാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. ഫുൾ എന്റർടൈൻമെന്റ് ആണ്. ചിരിച്ച് മരിക്കാം. നല്ല മൂവി ആയിട്ടുണ്ട്. ഭയങ്കര ഒഴുക്കുള്ളൊരു മൂവിയാണ്. ഭയങ്കര വലിയ സബ്ജക്റ്റ് ഒന്നുമില്ല. സിമ്പിൾ സബ്ജക്റ്റിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ലതായിട്ട് കോമഡി വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് നല്ല കോമഡി ആയിരുന്നു. ബേസിലായിട്ട് മാത്രം തീപ്പൊരിയായിരുന്നു. നല്ല എന്താ പറയാ, ക്യൂട്ട് ആയിട്ട് നമുക്ക് ചുമ കൊടുക്കുന്നതില്ല, അമ്മ ക്യൂട്ടായിരുന്നു. പിന്നെ അനുസരിച്ച് ഭയങ്കര ക്യൂട്ടായിരുന്നു. ടോട്ടലി മൂവി കൊള്ളാം. മ്യൂസിക് ഭയങ്കര രസമുണ്ട്. മ്യൂസിക് ചെയ്തത് എനിക്കൊന്നും അനിക്കിത് മേനോടാണെന്ന് തോന്നുന്നു. ആ ചേട്ടൻ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക് ഇഷ്ടപ്പെടും. നമുക്ക് ലാസ്റ്റും ഫസ്റ്റ് ഒക്കെ വരുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു വൈബ് ഉണ്ടല്ലോ, മൂവി കാണാൻ വൈബ് ഉണ്ടാവും ആ മ്യൂസിക്. പടം ഒരു രക്ഷയില്ല. അടിപൊളി പടം. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം എന്റർടൈനർ. എന്നുവെച്ചാൽ ഒരു മിനിറ്റ് പോലും ഒരു കോമഡി പോലും ഫ്ലോ ആയിട്ടില്ല. എല്ലാം പക്ക നല്ല ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓഡിയൻസ് നല്ല ഇതായിട്ടുണ്ട്. പൃഥ്വിരാജും അതുപോലെ രാജുവേട്ടന്റെയും അതുപോലെ ബേസിലിന്റെയും അന്യായ സ്കോറിങ്, വീട്ടിലെ സ്കോറിങ്. ബേസിൽ ജോസഫ് ഒരു രക്ഷയില്ല. ബേസിൽ എന്ന ആക്ടറിന്റെ ഏറ്റവും ടോപ്പ് പീക്ക്. ഭയങ്കര കിടില അഭിനയം. വർഷങ്ങൾക്ക് ശേഷത്തിന് ശേഷം ധ്യാൻ പറഞ്ഞു ബേസിൽ അഭിനയം കണ്ടിട്ട് വിളിച്ചത്. ധ്യാനിനുള്ള മറുപടി പറയേണ്ടത് എന്ന് വെച്ചാൽ ഓഡിയൻസ് മറുപടി പറയും. ബേസിലിന്റെ തട്ട് താഴ്ന്നു തന്നിരിക്കും. ഒരു രക്ഷയില്ല. ബേസിലാണ് ഇത് മൊത്തം ഓടിക്കുന്ന. ഒരു രക്ഷയില്ല. ബേസിലിന്റെ കൗണ്ടേഴ്സും ഫുൾ സ്ട്രെച്ച് കോമഡി. വമ്പൻ ഹിറ്റാണ്. സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. അതുപോലെ വെട്ടം, അതുപോലെ ഗോഡ് ഫാദർ, ആ മൂവീസിനൊക്കെ ശേഷം ഇത്രയും ഒരു ക്ലൈമാക്സ്, ഇത്രയും എല്ലാരും കൂടെ ചേർത്ത് പിടിച്ച് എത്തിയ ഒരു ക്ലൈമാക്സ് വേറെ ഉണ്ടായിട്ടില്ല. വളരെ മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ക്ലൈമാക്സ്. ഫുൾ ടൈം ചിരിക്കും. വമ്പൻ ഹിറ്റ്.